ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദാബ് ദുഹൂരിൽ മസ്ജിദി, പള്ളിയിൽ പ്രവേശിക്കുന്നതിൻ്റെ അതബുകൾ. ഫൈദാറത്ത ദുഹൂരിൽ മസ്ജിദി, അങ്ങനെ പള്ളിയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫഖദ്ദിം റിജ്ലക്കൽ യംന, വലത്തേക്കാലിൽ നീ മുന്നോട്ട് വെക്കണം. വഖുൽ, എന്നിട്ട് നീ പറയണം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക. അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ അങ്ങനെ പൊറുക്കണേ, എനിക്ക് റഹ്മത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരികയും ചെയ്യണേ. ബഹുമാറായത്തുവിൽ മസ്ജിദി, പള്ളിയിൽ വല്ലപ്പോഴും നീ കണ്ടാൽ, മൻ യബീഉ, വല്ലത് വിൽക്കുന്നവനെ കണ്ടാൽ, ഫഖുൽ, നീ പറയണം, ലാ അർബഹല്ലാഹു തിജാറത്തക, നിന്റെ കച്ചവടത്തിൽ അള്ളാഹു ലാഭം തരാതിരിക്കട്ടെ എന്ന് പറയണം. പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആയാലാട്ടോ, പള്ളിൻ്റെ മുറ്റത്ത് ആരെയും കച്ചവടം ചെയ്യണമെങ്കിൽ അല്ല പറയുന്നത്. ഫൈദാ റഅയ്ത ഫീഹി, പള്ളിക്കകത്ത് നീ കണ്ടാൽ, മൻ യൻശുദു ളാല്ലത്തൻ, കയ്യിൽ നിന്ന് വീണുപോയ സാധനം അന്വേഷിക്കുന്നവനെ കണ്ടാൽ, ഫഖുൽ, നീ പറയണം, ലാ റദ്ദല്ലാഹു അലൈക ളാല്ലത്തക, നിനക്ക് കൈമോശം വന്ന വസ്തു നിനക്ക് അല്ലാഹു തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് ദുആരിക്കണം. കദാലിക അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ പുന്നാര നബി കൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളെ കയ്യിൽ സാധനം വീണ് കിട്ടിയാൽ അറിയിക്കണതിന് കുഴപ്പമില്ല, നഷ്ടപ്പെട്ടത് അന്വേഷിക്കരുത് എന്നാണ് പറഞ്ഞത്. ഫൈദാ ദഖൽതൽ മസ്ജിദ, അങ്ങനെ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ, ഫലാ തജ്ലിസിനി, ഇരിക്കരുത്, ഹത്താ തുസല്ലി റകഅത്തൈ തഹിയ്യത്തി, തഹിയ്യത്തിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കുന്നവരെ അവിടെ ഇരിക്കരുത്. ഫൈലം തകുന്നല തഹാറത്തിൻ, നീ ശുദ്ധിൻ്റെ മേലിൽ അല്ലെങ്കിൽ അതോ ഒന്നുമില്ലെങ്കിൽ, ഔലം തുരിത ഫീലഹ, അല്ലെങ്കിൽ അത് ചെയ്യാൻ പിന്നെ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ, കഫത്തുക്കാൻ നിനക്ക് മതിയാകും. അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന ദിക്ർ മതിയാകും. അഥവാ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലിയാൽ മതിയാകും. സലാസൻ 3 തവണ, വക്കീല അർബഅൻ, ഒരു വീക്ഷണപ്രകാരം 4 തവണ, വക്കീല മറ്റ് 3ാമതൊരു വീക്ഷണമുണ്ട്, സലാസൻ ലിൽ മുഹദിസി, ഒതില്ലാത്തവനാണെങ്കിൽ 3 തവണ, വാഹിദത്തുൻ ലിൽ മുതവല്ലി, ഒതുള്ളവനിക്ക് 1 തവണ, 1 തവണയും. ഫഇല്ലം തകുൻ സല്ലൈത റകഅത്തൈൽ ഫജ്രി, സുബ്ഹിൻ്റെ മുമ്പുള്ള 2 റകഅത്ത്, അഥവാ റവാത്തി ഫറൽ, വാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെ ഇടയിൽ 2 റകഅത്ത് ഉണ്ടല്ലോ, അതാ റകഅത്തുൽ ഫജ്ർ, അതിന് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അത് 2 പള്ളിയിൽ വെച്ച് നിർവഹിക്കൽ, പള്ളിയുടെ തഹിയ്യത്തിനെ തൊട്ട് മതിയാകുന്നതാണ്. ആ തഹിയ്യത്ത് വേറെയും 2 റകഅത്ത് വേറെയും വേണ്ട, ആ 2 റകഅത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ തഹിയ്യത്തോടും കരുതിയാൽ തഹിയ്യത്തോടും കിട്ടും. ഫൈദാ ഫറഗത മിന റകഅത്തൈനി, അങ്ങനെ ആ 2 റകഅത്തിൽ നീ വിരമിച്ചു കഴിഞ്ഞാൽ, ഫൻവിൽ ഇത്തികാഫ, ഇത്തികാഫിനെ നീ കരുനിയ്യത്ത് വെക്കണം. വദഉ, എന്നിട്ട് നീ ദുആ ചെയ്യണം. ബിമാ ദഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബി പണ്ട് ചെയ്തൊരു ദുആ ഉണ്ട്, അതുകൊണ്ട് തന്നെ ദുആ ഇറക്കണം. ബഅദ റകഅത്തൈൽ ഫജ്രി, ഫജ്ർ 2 റകഅത്തിന് ശേഷം മുത്തുനബി ചെയ്ത ദുആ ഉണ്ട്, അതുകൊണ്ട് ദുആ ഇറക്കണം. എന്താണ് ആ ദുആ? ഫഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അതാണ് തുടങ്ങും. വലിയ ഒരു ദുആ ആണ്, പേജുകളോളം നീണ്ടൊരു ദുആ ആണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് 2 ദിവസം കൊണ്ട് അത് പൂർത്തിയാക്കാം ഇൻഷാ അല്ലാഹ്.